ഡിങ്കമത മഹാസമ്മേളനത്തെക്കുറിച്ചാണല്ലോ പറഞ്ഞു വരുന്നത്. ഡിങ്കന്റെ ദൈവിക പ്രത്യക്ഷം അന്തിപ്പിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് ഡിങ്കോയിസ്റ്റുകളെയാണ്. കോഴിക്കോട്ടെ മഹാസമ്മേളനത്തിൽ സ്വമതത്തിലെ അന്ധവിശ്വാസങ്ങൾ പോലും തിരുത്തപ്പെടുന്നത് കണ്ട് ഡിങ്കഭക്തരുടെ കണ്ണ് നിറഞ്ഞുപോയി. ഒരു ഡിങ്കഭക്തൻ ഭക്തിമൂത്ത് വികാരാധീനനായി. അന്ധവിശ്വാസത്തിലാണ് ജീവിച്ചതെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പൊ വല്ലാത്തൊരു സങ്കടമാണ്. ഈ മതത്തിലല്ലാതെ എവിടെ കിട്ടും ഇങ്ങനെ? എവിടെ കിട്ടും? എല്ലാം ശുഭമായി പരിണമിച്ച സ്ഥിതിക്ക് ഡിങ്കമതത്തിന്റെ ഔദ്യോഗിക ഭക്ഷണമായ കപ്പ പുരാണം കൂടി കേട്ട് പിരിയാം. മാഷ ഡിങ്ക. ഡിങ്കനിലുള്ള വിശ്വാസം വളരെ കുറഞ്ഞ ചില ആളുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ വഴിയാധാരമാകുമെന്നും കേൾക്കുന്നുണ്ട്. ഡിങ്കനെ മറന്ന് മാണിയെയും ഉമ്മൻചാണ്ടിയെയും ആരാധിച്ച് ഒടുവിൽ ഒരു സങ്കോചവുമില്ലാതെ പണ്ടുകാലത്ത് ചീത്ത വിളിച്ച പിണറായി വിജയനെ ആരാധിച്ചു തുടങ്ങിയ PC ജോർജാണ് അവസാനം ഡിങ്ക കോപത്തിന് ഇരയായിരിക്കുന്നത്. PC-ക്ക് പൂഞ്ഞാർ സീറ്റ് കൊടുക്കണോ വേണ്ടയോ എന്ന കാര്യം AKG സെന്ററിൽ ഇരിക്കുന്നവർ മാത്രമല്ല, ഡിങ്കനും തീരുമാനിച്ചിട്ടില്ലത്രേ. അതുകൊണ്ട് ഡിങ്കനെ 3 നേരം പ്രാർത്ഥിച്ചാൽ PC ജോർജിനും കൊള്ളാം. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാവുന്നു. ഡിങ്കൻ കഴിഞ്ഞാൽ നാളെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.